ഗുഡ് മോർണിംഗ്. ഇന്നപ്പോൾ ദീപാവലിയായിട്ട് ആദ്യം തന്നെ ഞാൻ എല്ലാവർക്കും എൻ്റെ ദീപാവലി വിഷസ് പറയണം. ഹാപ്പി ദീപാവലി ടു ഓൾ. കെട്ടിയവൻ അവിടെ നിന്ന് നോക്കൊക്കെയാണ് ഞാൻ പോകുന്നത്. അപ്പം ടാറ്റ. ഇന്ന് ദീപാവലി ആയിട്ട് നോർമൽ ഒരു ഡേ പോകുന്ന പോലെ തന്നെയാണ് പോകുന്നത്. ചെറിയൊരു പരിപാടിയുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് രാവിലെ കെട്ടി ഒരുങ്ങി കുട്ടി പോകുന്നു. നല്ല തണുപ്പുണ്ട്. ഓട്ടമായതുകൊണ്ട് നല്ല രീതിക്ക് തണുപ്പുണ്ട്. ഇതുപോലെ പൊതിഞ്ഞ് കെട്ടിയില്ലെങ്കിൽ പണി കിട്ടും, ഉറപ്പായിട്ടും പണി കിട്ടും. അതുകൊണ്ട് അസുഖമൊന്നും വരാതിരിക്കാൻ പൊതിഞ്ഞ് കെട്ടി കുട്ടി ഇറങ്ങിയിട്ടുണ്ട്. ട്രാമിന് വേണ്ടി വെയിറ്റ് ചെയ്യണം ഇനി. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് വിളക്ക് കത്തിക്കണമെന്നുണ്ട്. കുറച്ച് ദിവസമായി വിളക്ക് കത്തിക്കലും പരിപാടിയൊക്കെ നടത്തിയിട്ട്. അപ്പോൾ ചക്കര പറഞ്ഞു ഇന്ന് നമുക്കൊന്ന് വിളക്ക് കത്തിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സെറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നെ പോയിട്ട് വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു 3 മണിയാകുമ്പോൾ 3-4 മണിയൊക്കെ ആകുമ്പോൾ വിളക്ക് കത്തിക്കണം. കാരണം 5 മണിക്ക് ഒരു ചെറിയ പരിപാടിയുണ്ട്. ദീപാവലിയായിട്ട് ഞങ്ങളെ ഫ്രണ്ട് പെണ്ണിൻ്റെ വീട്ടിൽ ഇൻവൈറ്റ് ചെയ്തേക്കുന്നത്. അപ്പം അതിന് പോകണം. സോ അതിന് മുമ്പ് വിളക്കൊക്കെ കത്തിച്ച് സെറ്റ് ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ. ട്രാമിലാണ് ഗൈസ്. അങ്ങനെ ഫൈനലി ട്രാം ഇറങ്ങി. ഒരു അപ്പനെ കിട്ടി. പുള്ളിക്കാരൻ ട്രാം സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തിരുന്നപ്പം സംസാരിച്ച് പുള്ളിക്കാരൻ തുർക്കിഷാണ്. അവസാനം എന്നെ ഈ ട്രാമിൽ വിട്ടില്ല. വന്നിട്ട് കയ്യിലൊക്കെ കയറി പിടിച്ചു. പോവല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് അർജൻറ്റാണ്. കുറച്ച് നേരം സംസാരിച്ചു. കുറച്ച് അർജൻറ്റാണ്, പോയിട്ട് വേറെ സംഭവങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞു. നല്ലവരും ഞാൻ പായ് പറഞ്ഞിട്ട് കയറി ട്രാമിൽ. അങ്ങനെ ട്രാം ഇപ്പോൾ ഇറങ്ങി. ഇനി കുറച്ച് പരിപാടി പെട്ടെന്ന് ഷടപടയും തീർക്കണമില്ല. തീർത്തിട്ട് പെട്ടെന്ന് വീട്ടിൽ പോകണം. കാരണം അവിടെ എൻ്റെ കിട്ടിയൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് എനിക്ക് വേണ്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് പരിപാടികളുണ്ടെന്ന്. യെസ്, പെട്ടെന്ന് തീർക്കണം. വെതർ നല്ല തണുപ്പാണ്. എനിക്ക് തോന്നുന്നു 8 തോന്നുന്നത് ഡിഗ്രി. 8 ഡിഗ്രിയാണ്. അടിപൊളി തണുപ്പാണ്. ഇനി അങ്ങോട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇത്ര തണുപ്പില്ലായിരുന്നു. ഇത്ര തണുപ്പില്ലായിരുന്നു. കാരണം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴും പുറത്തിറങ്ങി നടക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഞങ്ങൾ. ആ ഒരു ഫുള്ള് കവേർഡായ സംഭവത്തിലല്ല പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പം നല്ല തണുപ്പാണ്. കവേർഡായില്ലെങ്കിൽ പണി കിട്ടും. അയ്യോ, അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് തീർത്ത കാരണം ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ക്ലിപ്പ് എടുക്കാൻ മറന്നു പോയി. ഓട്ടമായിരുന്നു, ഓടിയായിരുന്നു ഷോപ്പിങ്. ക്രോസിങ്ങിന് നിൽക്കുകയാണ്. അയ്യോ, ട്രാം പോയി. അടിപൊളി. ഇനി കുറേ നേരം കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. ജസ്റ്റ് മിസ്. ട്രാം പോയി. ഇനി അടുത്ത ട്രാം വരുന്നത് വരെ കുട്ടി വെയിറ്റ് ചെയ്യണം. ഇതാണെങ്കിൽ പണ്ടാര സിഗ്നലും ആവുന്നില്ല. ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. സിഗ്നലായി ട്രാമും പോയി. യെസ്, ക്രോസ് ചെയ്ത് വന്നു കുട്ടി. ട്രാം പോയി. ഇനിയിപ്പോൾ അടുത്ത ട്രാമിലേ പറ്റുള്ളൂ. അതിന് എത്ര മിനിറ്റ് കഴിഞ്ഞാണെന്ന് നോക്കണം. ട്രാമിന് വെയിറ്റിംഗ് ആണ്. 7 മിനിറ്റ്. ഒന്നും കാണില്ല അല്ലേ? ഇതിലൊന്നും കാണാൻ പറ്റുന്നില്ല. 7 മിനിറ്റ് ഉണ്ട്. വെയിറ്റിംഗ് ആണ്. അത് കണ്ട ഒരാളവിടെ ക്ലീൻ ചെയ്യുന്നോ. അവിടുന്ന് എല്ലാം ഡ്രാമ വരുന്നു. എനിക്ക് മാത്രം ഇനി 7 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ അങ്ങനെ ആവശ്യമില്ലാത്ത സമയത്ത് തേരാപ്പാരാ ട്രാവ് വരും. ആവശ്യമുള്ള സമയത്ത് വരൂലോ. അവിടെ കണ്ട ഒരാൾ ക്ലീൻ ചെയ്യുന്നേ. അത് ഈ ഓട്ടം ലീഫ് അവർ ക്ലീൻ ചെയ്യണതാണ്. ആ മെഷീൻ വെച്ചിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഇത് കുഞ്ഞ്. ഇവിടെ നിന്നൊക്കെ കുഞ്ഞായിരിക്കും, പക്ഷെ അങ്ങനെ ക്ലീൻ ചെയ്യുന്നുണ്ട്. വണ്ടി മറഞ്ഞു പോയി. കണ്ടാ ക്ലീൻ ചെയ്ത് ഒതുക്കി കൂട്ടുന്നേ ഓട്ടം ലീഫ്. മരമാണെങ്കിൽ ഫുള്ള് മഞ്ഞിച്ച
പറിച്ച് കിടക്കും മഞ്ഞ ലീഫായിട്ട്. താഴെ ഇങ്ങനെ തൊഴിഞ്ഞു വീണ് കിടക്കുന്ന പാവ മനുഷ്യൻ വന്ന് ഒതുക്കിയിട്ടിട്ട് പോകുന്നില്ല. ഇപ്പുറത്ത് ഒതുക്കി ഒരു സൈഡാക്കിയിട്ട് ഇപ്പം അപ്പുറത്ത് പോയിരിക്കുക. അപ്പുറത്തുള്ളതും കണ്ട നമ്മൾ ഈ നാട്ടിൽ തൂത്തുവാരെന്ന് പറയില്ല, അത് തന്നെയാണ് സംഭവം. അത് പറക്കണ കാണാൻ നല്ല രസമുണ്ടല്ലോ. ഞാൻ അല്ലാതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന വീഡിയോ കൂടെ. കണ്ട 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 ആ ലീഫ് ഇങ്ങനെ ആ എയറിൽ പറക്കണ കാണാൻ നല്ല രസമുണ്ട്. പണിയുണ്ട്, മെനക്കേടാണ്. എന്നാലും അത് കണ്ട ആ സൈഡിലൊക്കെ ഉള്ള അങ്ങേരിങ്ങനെ എടുക്കുന്നുണ്ട്. ഇങ്ങനെ കണ്ട 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 പറക്കണ കാണാൻ നല്ല രസമുണ്ട്. വെയിറ്റിംഗ് ആണ് 3 മിനിറ്റ്സ് മോർ ഫോർ ട്രാം. ആരുമില്ല, ഒന്ന് സംസാരിക്കത്തുണ്ടായിരുന്നില്ല. ഇവിടെ കണ്ട കുറച്ച് ലീവ്സൊക്കെ ഇപ്പോഴും ഗ്രീനാണ്. ഓട്ടമിൻ്റെ സമയം സ്റ്റാർട്ടായതേ ഉള്ളൂ. പിന്നെ പോകെ പോകെ ഇത് ഫുള്ളിങ്ങനെ യെല്ലോ ആകും. പിന്നെ അത് തൊഴിയും, പിന്നെ കമ്പാകും വിൻ്റർ സമയത്ത്. പിന്നെ വീണ്ടും അത് റീഗ്രോത്ത് ആവും. ഈ ഒരു യെല്ലോയിഷ് ഇത് വരും, ഇല വരും. ഇത് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, പക്ഷെ ഇതൊരു സീസൺ വൈസ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും സംഭവം. കണ്ട അവിടെ തൊഴിഞ്ഞ് കമ്പായി ഓൾറെഡി കുറേ ദിവസമായി ഈ കുന്തറാണ്ടങ്ങളൊക്കെ വാരിയിട്ടിട്ട്. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞിട്ട് അപ്പം എന്തോ ഒരു വിമ്മിഷ്ടം. മറ്റേതാകുമ്പോൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കാമല്ലോ. ഇതിപ്പം കുറേ ലെയർ ഇടണം, അല്ലെങ്കിൽ സംഭവം സീനാവും. കാറ്റടിച്ച് പിന്നെ അവസാനം എന്തിനാണ് വെറുതെ ചെസ്റ്റ് ഇൻഫെക്ഷനൊക്കെ ഞാൻ മേടിച്ച് കൂട്ടുന്നു. അതുകൊണ്ട് എടുത്തിട്ടാണ് കുറച്ച് ദിവസമായി. ഇട്ടപ്പോൾ ഒരു പുഴുങ്ങലവസ്ഥ. ഡ്രാമ വന്നേ വീട്ടിൽ പോകാം. ഈ കാണുന്നതാണ് ഫോക്സ് വാഗന്റെ ഫിനാൻഷ്യൽ സർവീസിൻ്റെ ഓഫീസ് ക്യാമ്പസ്. ഇതെല്ലാം കൂടെ ഒരു 200-300 ഏക്കർ വരും. അപ്പം ഞാൻ അതിൻ്റെ ഒരു ഏതാണ്ട് ശതമാനം കുഞ്ഞ് സംഭവം മാത്രമേ വീഡിയോയിൽ എനിക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാടുണ്ട്, ഒത്തിരി ഉണ്ട്. അങ്ങനെ വീടെത്തി. ഇതാ കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ, ഇതാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ്. ഇതിൻ്റെ അകത്ത് 2nd ഫ്ലോറിലാണ് ഞങ്ങളുടെ വീട്. അങ്ങനെ കുട്ടി പോയി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു വീട്ടിൽ പോകുന്നു. ഹാപ്പി ഞാൻ പോയപ്പോൾ നല്ല ഉറക്കമായിരുന്നു. ഇപ്പോൾ ആൾ നീറ്റാണ്. ഇവിടെ നിന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അവിടെ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ ഇവിടെ ട്രാം ഇറങ്ങുന്നതും ആൾക്കാർ വരുന്നതൊക്കെ അറിയാൻ പറ്റും. കുറച്ചുകൂടെ സൂം ചെയ്യണം എന്നുണ്ടെങ്കിൽ യെസ് കാണാവോ, 3.5 എന്ന് ഇട്ടേക്കുന്നില്ലേ, അതിൻ്റെ താഴത്തെ അപ്പാർട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ 2ാമത്തെ ഫ്ലോറിൽ 6 റോയിലുള്ള അപ്പാർട്ട്മെൻറ്റാണ്. പണിപ്പാളി ഗൈസ്. ഞാൻ ചെറുതായിട്ടൊന്ന് ഫ്രണ്ട്സിന് എന്തെങ്കിലും ഗിഫ്റ്റ്സോ എന്തെങ്കിലും മേടിക്കാം, ദീപാവലി അല്ലേ എന്ന് പറഞ്ഞിട്ട് പോയതാ. തിരിച്ചു വരുന്ന വഴിയിൽ അടിപൊളി വിനയപ്രോ എന്നെ കണ്ടു. ഞാൻ സാധനം മേടിച്ചോണ്ട് പോണേ. അപ്പോൾ എവിടെ പോയി? ഞാൻ പറഞ്ഞു വെറുതെ അതുവരെ പോയതാണ്. എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് എൻ്റെ കളികളെല്ലാം പൊളിഞ്ഞു. ഞാൻ ഈ കവറിൽ ഇട്ടുകൊണ്ടേ മീൻസ് വീട്ടിലത്തേക്ക് കുറച്ച് സാധനം കൂടെ മേടിക്കണമായിരുന്നു. അതുകൊണ്ട് പക്ഷെ കവറിൽ മണ്ടയ്ക്ക് ഒരു സാധനം ഇട്ടിരുന്നുണ്ടായിരുന്നു, അത് മാത്രമേ കണ്ടുള്ളൂ. ഇറ്റ് ഹാപ്പൻസ്. പ്രത്യേകിച്ച് എനിക്ക് എപ്പോഴും പാളും ചില സമയമൊക്കെ. ആരും പേടിക്കണ്ടത് ഞാൻ തന്നെയാണ്. എൻ്റെ കണ്ട ഭൂതം പോലെ ഉണ്ടല്ലേ. നല്ല മഴയാണ്. ഞങ്ങളിതാ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാൻ പോകുന്ന റെഡിയായി ദീപാവലി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങളിവിടെ എത്തി. നല്ല അടിപൊളി മഴയാണ്, ഒരു രക്ഷയില്ല.
മിസ്ക ഹായ് ഹായ് താങ്ക് യു. അകത്തേക്ക് കയറിയ വാഴയെ തന്നെ ഇവിടെ നല്ല രീതിക്ക് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ദീപാവലി പ്രമാണിച്ച്. എനിക്ക് ഈ ഡെക്കർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് നോർത്തേൺ ലൈറ്റ്സിൻ്റെ സംഭവമായിട്ടാണ് അവർ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്. അടിപൊളിയായിരുന്നു. ഞാൻ കുറേ സമയം അതിൻ്റെ നോക്കി നിന്ന്. പിന്നെ കുറച്ച് നേരം പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിക്കുമ്പോഴും എൻ്റെ കണ്ണ് ഫുള്ള് ആ ഡെക്കർ ലൈറ്റിലായിരുന്നു, നോർത്തേൺ ലൈറ്റ്സ് സംഭവത്തിലായിരുന്നു. അങ്ങോട്ട് കുറച്ചുകൂടെ വേണ്ടി പോകും. കമ്പി മെത്താപ്പ് നമ്മൾ കത്തിക്കാൻ പോയി. ഇത്രയും സാധനങ്ങളുണ്ട്. എന്തൊക്കെയാണെന്നുള്ള ഇവിടുത്തില്ല. അല്ല യെസ്, ഇത്രയും നമ്മളിപ്പോൾ സെറ്റ് ചെയ്യാൻ പോകും ദീപാവലി ആയിട്ട്. റെഡി റെഡി. ഇവിടെ ഒരാൾ ഉറങ്ങാൻ വേണ്ടി കൊണ്ടിട്ട്, പക്ഷെ ഇത് അങ്ങോട്ട് തിരിഞ്ഞും മെറിഞ്ഞും കിടക്കുന്നു, ഒഴുങ്ങുന്നില്ല. സരി, ഞങ്ങൾ അവനെ എടുക്കാന്ന് തന്നെ തീരുമാനിച്ചു. നമ്മുടെ മിഷ്ക കുട്ടിയും കമ്പിമെത്തപ്പൊക്കെ ആയിട്ട് റെഡി ആയിട്ടിരിപ്പാണ് കത്തിക്കാൻ. വിളക്ക് കത്തിക്കുന്ന സമയം നല്ല അടിപൊളി മഴയായിരുന്നു. എന്നാലും ഒരു ഡൗട്ടിൽ വിളക്കിടയോ എന്ന് ആലോചിച്ചാ കത്തിച്ചേ. അങ്ങനെ ഞങ്ങളുടെ ഡിന്നർ റെഡിയായി. ദീപാവലി ഡിന്നർ സ്പെഷ്യൽ, ദീപാവലി സ്പെഷ്യൽ. It's dinner time. Mishka. Dinner time. അങ്ങനെ ദീപാവലി പാർട്ടി കഴിഞ്ഞ് വീട്ടിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. പാതിരാത്രി 9 മണി. കണ്ട ഓട്ടം ലീവ്സൊക്കെ താഴെ കിടക്കുന്നത് കൊണ്ട് നല്ല മഴയായിരുന്നു കുറച്ച് സമയം മുമ്പ് വരെ. ഇപ്പം മഴ തകർന്നു. ഞങ്ങളിതാ ഫങ്ഷനൊക്കെ കഴിഞ്ഞു, പാർട്ടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡായിരുന്നു. എൻ്റെ കോലം കണ്ടായാലും ഞെട്ടരുത്. അങ്ങനെ നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. നമ്മൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ ഇത്തവണത്തെ 2025 ദീപാവലി ഞങ്ങൾ ഇങ്ങനെയാണ് ആഘോഷിച്ചത്. അപ്പോൾ ചാച്ചാ എല്ലാവർക്കും സിയോ.